ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ എന്നെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര. ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2024 ജൂൺ മാസം 16-ാം തീയതിയാണ്. ഞാൻ ആദ്യമായിട്ട് അന്നാണ് ഇവിടെ വന്നതും. എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനും എൻ്റെ അമ്മയുടെ സൗഖ്യത്തെക്കുറിച്ച് പറയാനുമാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മോന് ജനിച്ച സമയത്ത് ഷുഗർ ലോ ആയി ഫിറ്റ്സ് വന്നിരുന്നു. അപ്പം ഞങ്ങൾ കൊല്ലത്തുള്ള ആശുപത്രി കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. പിന്നീട് ഒരു മരുന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് 1 വയസ്സ് കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിന് ഇത് കണക്ക് കുഞ്ഞ് ബാക്കിലോട്ട് മലന്ന് കണ്ണൊക്കെ തെള്ളി വന്നു. ഇതെന്താണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഫിറ്റ്സിൻ്റെ ആണ്. വീണ്ടും നമ്മൾ EG എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു നല്ല വേരിയേഷനുണ്ട്, നമുക്ക് SIT ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെയാണ് പിന്നീട് കാണിച്ചത്. അവിടെ EG വീണ്ടും എടുത്തപ്പോൾ അവിടെ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ MRI എടുത്തപ്പോഴാണ് കുഞ്ഞിനെ എപ്പിലെപ്സി ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അന്ന് തൊട്ടേ കുഞ്ഞിനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ 4 മാസം കൂടുമ്പോഴും കുഞ്ഞിനെയും കൊണ്ട് പോകണമായിരുന്നു. ഞാനിവിടെ വന്ന് ജൂൺ മാസം 16-ാം തീയതി വന്നപ്പോൾ ഉടമ്പടിയിലും വെച്ചിരുന്ന നിയോഗം മൊത്തവും എൻ്റെ മകന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാൻ ഈ 3 മാസവും ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാനൊരു അക്രൈസ്തവയാണ്. എങ്ങനെയാണ് ഉടമ്പടി കാര്യങ്ങളെന്നെല്ലാം ഞാൻ അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും കേട്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ മാസം 24-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായി ഡിസംബർ 7-ാം തീയതി എൻ്റെ ആ മകൻ്റെ ഈ രോഗത്തിന് പരിപൂർണമായിട്ടും രോഗശമനം ഉണ്ടാവണേ എന്ന് മാതാവിനോട് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 4 മാസം കഴിഞ്ഞിട്ട് നവംബർ മാസത്തിൽ SITയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് പോയപ്പം അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു 1 വയസ്സിൽ EG എടുത്തതല്ലേ, നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. EGക്ക് എഴുതി. നവംബർ 30-ാം തീയതി ആയിരുന്നു EG എടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ആ നവംബർ 30-ന് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ച് മോനൊരു കാശുരൂപം തന്നു. ഞാൻ അതുമായിട്ട് ഡിസംബർ 3-ാം തീയതി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് കയറിയത്. അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞാൻ അവിടുത്തെ ധ്യാന ദിവസം. ഞാൻ അവിടെ കയറുന്നതിന് മുമ്പിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് ഓരോ മാതാപിതാക്കൾക്കും ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ കാശുരൂപം എല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മാതാവുണ്ട്, പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഓരോ മക്കൾക്ക്, എൻ്റെ മകന് വേണ്ടി മാത്രമല്ല എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവങ്ങനെ കിടത്തിയ ബെഡിനകത്ത് ഉപ്പിട്ട് വിതറി വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവെ ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന ഇതാക്കി. ഡിസംബർ 7-ാം തീയതി അമ്മയുടെ റിസൾട്ട് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് പോയില്ല. ഞാൻ ഈ അച്ഛൻ്റെ ധ്യാനം 2:30-ൻ്റെ ധ്യാനം ഓൺലൈനിൽ കൂടി ഞാൻ ഈ അമ്മയുടെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ പറഞ്ഞതായിരുന്നു അമ്മേ ഈ EG റിപ്പോർട്ട് എനിക്ക് നോർമലാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. 7.5 ml വെച്ചിട്ടാണ് 1 വയസ്സ് തൊട്ട് എൻ്റെ കുഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് മുട്ടിപ്പാട്ട് നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 9-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് റിസൾട്ട് മേടിക്കാൻ നേരത്ത് 1 വയസ്സിൽ EG റിപ്പോർട്ട് കണ്ടപ്പം അത് ഒരു പേജ് നിറച്ച് എന്തൊക്കെയോ അവർ എഴുതി വെച്ചിരുന്നു. പക്ഷേ ഈ റിസൾട്ട് മേടിച്ച് എനിക്ക് നോക്കാൻ പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനെ മുട്ടിപ്പാട്ട് നിന്ന് പ്രാർത്ഥിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനകത്ത് എപ്പിലെപ്സിയുടെ ഒരു അന്തര് പോലും ഇല്ല, മോൻ്റെ EG റിപ്പോർട്ട് നോർമലായി, കുഞ്ഞിൻ്റെ മരുന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താമെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ മകൻ ഒരു മരുന്ന് പോലും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ മകന് ഉടമ്പടി തൈലവും തേനും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ മറന്നാലും എൻ്റെ കുഞ്ഞത് ചോദിച്ചു മേടിക്കും. അത്രയ്ക്കും എൻ്റെ അമ്മയും ഈശോയും എന്നെ ഉയർത്തിയിട്ടുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നുണ്ട്. എൻ്റെ അമ്മയും ഈശോയുമാണ് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-ാമത്തെ സാക്ഷി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയുടെ കാലിലൊരു ആണി ഉണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്ത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കീറിയെടുത്തിട്ടും അത് മാറിയില്ല. ഞാൻ ഇവിടുത്തെ 2024 ജപമാല റാലിയിൽ പങ്കെടുത്തു. അന്ന് ഞാൻ
അമ്മയായിട്ട് വന്നു. അമ്മയ്ക്ക് കാലുകൊണ്ട് നടക്കാൻ പോലും വയ്യാത്ത സാഹചര്യമായിരുന്നു. ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു, അമ്മയ്ക്കുള്ള വിശ്വാസം കൂട്ടിക്കൊടുക്കണേ അമ്മ, ആ കാലിൽ ആണിരോഗം പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുക്കണേ എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ കാലിൽ ഇപ്പോൾ ആ ഒരു അടയാളം പോലും ഇല്ലാതെ എൻ്റെ അമ്മ അത് മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കഴുത്തിൽ നല്ല വീക്കമായിരുന്നു. അതെന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ തൈറോയിഡ് ക്യാൻസർ ടെസ്റ്റിനും കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് എല്ലാം വന്നപ്പം അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നെന്ന് റിസൾട്ട് വന്നു. ഞാനത് നിയോഗം വെച്ചിരുന്നതാണ്. അതും എൻ്റെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും എനിക്കെടുത്ത് മാറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിക്കിടന്ന് എണീറ്റ സമയത്ത് കുഞ്ഞിൻ്റെ കഴുത്തിൽ നല്ല നീളത്തിൽ 2 കറുത്ത വരകൾ കിടന്നു. അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ല. ഞാൻ അത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാതാവിൻ്റെ മുട്ടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരാഴ്ച എടുത്തില്ല, അതിനു മുമ്പ് പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വൃദ്ധസദനം സന്ദർശിക്കുമായിരുന്നു. അവിടെ ഞങ്ങൾ വൈകിട്ടത്തെ കാപ്പിക്ക് വേണ്ടിയുള്ള കടിയെല്ലാം ഞാനും എൻ്റെ ഒരു സുഹൃത്തും വഴി കൊണ്ട് ചെല്ലുകയും അവിടെ അവരെ ഒരുപാട് നേരം അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ 1-2 പോതി ഞാൻ എടുക്കും. ഞാനത് അവിടെ ഓരോ വഴിയോരത്തിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും വേണ്ടി എനിക്ക് ജപമാലയും കരുണക്കൊന്തയും ഒന്നും ചെല്ലാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം അതെല്ലാം പഠിച്ച് ഞാൻ എല്ലാ ദിവസവും ജപമാലയും കരുണക്കൊന്തയും ഞാൻ ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും ഞാൻ ഇവിടെ വരും, പത്രം മേടിച്ച് ഞാൻ എല്ലാ പള്ളികളിലും വീടുകളിലും എല്ലാം കിടന്ന് എല്ലാ മാതാവിനെയും ഈശോയെയും പറഞ്ഞ് അറിയാത്തവരെ അറിയിച്ച് ഞാൻ പറയാറുണ്ട്. ബീച്ചുകളിലും എല്ലാം ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട്. ഇത്രത്തോളം എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് ഈശോയും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആതിര എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത്. ആദ്യം കുഞ്ഞിൻ്റെ എപ്പിലെപ്സി എന്ന രോഗം ഏറെ കുഞ്ഞിനെ ക്ലേശത്തിലാക്കിയിരുന്ന ഒരു അസുഖം, അത് കുടുംബത്തിനേറെ പ്രയാസമുണ്ടായിരുന്ന ഒരു രോഗാവസ്ഥ. അത് പൂർണ്ണമായി സൗഖ്യപ്പെടുന്നതിന് വേണ്ടിയാണ് മകൾ ഉടമ്പടിയെടുത്തതും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയതും. മകൾ പറയുന്നുണ്ട്, പൂർണ്ണമായും അമ്മ മാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഉടമ്പടി തൈലം പൂശുകയും ഉടമ്പടിയുടെ ഓരോ പ്രാർത്ഥനയും അക്രൈസ്തവയായ മകൾ പഠിച്ചെടുത്ത് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ചൊല്ലുകയും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഏറ്റവും സന്തോഷത്തോടെ ഈ നിയോഗം സമർപ്പിച്ച് ചെയ്യുകയും ചെയ്തപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എടുത്ത അതിൻ്റെ റിവ്യൂ റിപ്പോർട്ടിൽ EEGയിൽ പൂർണ്ണമായും കുഞ്ഞ് നോർമലാണെന്നും യാതൊരു മരുന്നും കഴിക്കേണ്ടതില്ലെന്നും രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നേടിയെന്നും അത് ലഭിച്ച ആ സന്തോഷമാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുക. ദീർഘനാൾ മരുന്ന് കഴിക്കേണ്ടി വരുമെന്നും അത് കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നവും ബൗദ്ധിക വിഷയങ്ങളും ഒക്കെ ബാധിക്കുമെന്നും കരുതി ആശങ്കപ്പെട്ടെടുത്ത് അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യമെന്ന് കരുതിയ ഒരു ക്ലേശത്തെ പെട്ടെന്ന് സൗഖ്യം നൽകിക്കൊണ്ട് കുഞ്ഞിനെ സംരക്ഷിച്ചതിനെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിയുടെ അമ്മയുടെ കാലിലുണ്ടായിരുന്ന ആണിരോഗം അത് മാറുന്നതിന് വേണ്ടിയുള്ള നിയോഗവും മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ത്യാഗത്തിൻ്റെ ഭാഗമായി അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് ആ ജപമണികൾ മുഴുവനും ചൊല്ലി പ്രാർത്ഥിച്ചു പോകുമ്പോൾ അതുവഴി അമ്മ മാതാവ് സൗഖ്യം നൽകണമേ എന്നായിരുന്നു പ്രാർത്ഥന. അതനുസരിച്ച് അമ്മയുടെ പൂർണ്ണമായി ആണിരോഗം സൗഖ്യപ്പെട്ടതിനെയും മകളിവിടെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായ കഴുത്തിലുണ്ടായ 2 പാടുകൾ എങ്ങനെ സംഭവിച്ചുവെന്നറിയില്ലെങ്കിലും അത് ഇത്തിരി പ്രയാസം ഇതിനകത്തുണ്ടാക്കിയപ്പോൾ അതും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ അതും പൂർണ്ണമായി മാറി കുഞ്ഞിന് യാതൊരു ക്ലേശവും വരുത്താതെ സംരക്ഷിച്ചതിനും മകള് സാക്ഷ്യത്തിലൂടെ നന്ദി പറയുകയാണ്. നമ്മുടെ ഏതൊരവസ്ഥയെക്കുറിച്ച് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിക്കുകയും നമുക്ക് തന്നെ അത് എങ്ങനെ ഉടനെ നടക്കും സാധിക്കുമെന്നറിയാതെ ക്ലേശത്തോടെ ജീവിക്കുന്ന എല്ലാ അവസരങ്ങളിലും അമ്മ മാതാവ് നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കുകയും അനുഗ്രഹങ്ങൾ ചൊരിയുകയും നമുക്കറിയാത്ത വഴികളിൽ നമുക്ക് വേണ്ടി ദൂതരെ നൽകിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നതിനുള്ള സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പറയുക. രോഗത്തിന് സൗഖ്യമായും
ജീവിതത്തിന് സംരക്ഷണമായും അമ്മ മാതാവിലൂടെ ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച ആത്മീയ ജീവിതത്തിന് വളർച്ചയായും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.